തലസ്ഥാനത്ത് ഏത് തിരഞ്ഞെടുപ്പ് വരുമ്പോഴും എല്ലാ രാഷ്ട്രീയക്കാരും ഓടിയെത്തുന്ന ഒരു പ്രദേശമാണ് പൊഴിയൂർ. ഒപ്പം വാഗ്ദാന പെരുമഴയും ഉണ്ടാകും. ഓരോ തിരഞ്ഞെടുപ്പിലും വർഷങ്ങളായി തുടരുന്നതാണ് ഈ ആചാരം. വാഗ്ദാനം വെറും വാഗ്ദാനമായി തന്നെ ഒതുങ്ങുമ്പോൾ പൊഴിയൂരുകാരുടെ ജീവിതം ദുരിതമായി തുടരുന്നു. മത്സ്യബന്ധന തുറമുഖം വേണമെന്ന പൊഴിയൂരുകാരുടെ ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. പൊഴിയൂർ മേഖലയിൽ ഏകദേശം 3000-ഓളം മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളാണ് ഉള്ളത്. ഇതിൽ 70% മത്സ്യബന്ധന മേഖലയുമായി ബന്ധപ്പെട്ട് തൊഴിലെടുക്കുന്നവർ. മാറി മാറി വരുന്ന സർക്കാരുകൾ മത്സ്യബന്ധന തുറമുഖം എന്ന ആവശ്യത്തിന് വേണ്ട പരിഗണന നൽകാതെ വന്നപ്പോഴാണ് ഇവിടത്തെ തൊഴിലാളികൾ മറ്റു തുറമുഖങ്ങളിലേക്ക് തൊഴിൽ തേടിപ്പോയത്. പൊഴിയൂരിൽ വലിയ ബോട്ടുകൾക്ക് അടുക്കുന്നതിനായി തുറമുഖത്ത് സൗകര്യമില്ലാത്തത് മൂലമാണ് മത്സ്യത്തൊഴിലാളികൾ മറ്റു തുറമുഖങ്ങൾ തേടി പോയത്. ഇവിടെയുള്ള നല്ലൊരു ശതമാനവും നീണ്ടകര, കൊച്ചി, ബേപ്പൂർ, കാസർഗോഡ് തുടങ്ങിയ സ്ഥലങ്ങളിൽ പോയാണ് മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്നത്. പൊഴിയൂർ നിവാസികളുടെ നിരവധി ബോട്ടുകളും ഈ തുറമുഖങ്ങളിലാണ് മത്സ്യബന്ധനം നടത്തുന്നത്. പൊഴിയൂരിൽ തുറമുഖം യാഥാർത്ഥ്യമായാൽ ഈ തൊഴിലാളികൾക്ക് സ്വന്തം നാട്ടിൽ തന്നെ മത്സ്യബന്ധനം നടത്താൻ സാധിക്കും. മുൻകാലങ്ങളിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരെ പൊഴിയൂരിൽ മത്സ്യബന്ധനത്തിന് തൊഴിലാളികൾ എത്തിയിരുന്നു. എന്നാൽ അടിസ്ഥാന സൗകര്യങ്ങളും ബോട്ട് ഇറക്കുന്നതിനുള്ള സൗകര്യവും ഇല്ലാതായതോടെ അവരെല്ലാം പിന്നീട് വിഴിഞ്ഞത്തേക്ക് പോവുകയായിരുന്നു. പൊഴിയൂരിൽ തുറമുഖം യാഥാർത്ഥ്യമായാൽ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വരെ ഇവിടേക്ക് മത്സ്യബന്ധനത്തിന് തൊഴിലാളികൾ എത്തും. ഒടുവിൽ ഒരു ആശ്വാസ വാർത്ത എത്തുകയാണ്. വർഷങ്ങളായി മുടങ്ങിക്കിടന്ന പൊഴിയൂർ മത്സ്യബന്ധന തുറമുഖം യാഥാർത്ഥ്യത്തിലേക്ക്. ഇതിന്റെ പ്രാരംഭ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് 5 കോടി രൂപയാണ് സർക്കാർ അനുവദിച്ചത്. ഇതോടെ തുറമുഖത്തിന്റെ 1ാം ഘട്ട പ്രവർത്തനങ്ങൾ ആരംഭിക്കും. 65 മീറ്റർ നീളമുള്ള പുലിമുട്ടായിരിക്കും ആദ്യം നിർമ്മിക്കുക. ശക്തമായ തിരമാല ആക്രമണമുള്ള പ്രദേശമാണ് പൊഴിയൂർ. 3 വർഷം മുമ്പ് തമിഴ്നാട് ഭാഗത്തെ കടലിൽ പുലിമുട്ട് നിർമ്മിച്ചതോടെ കൊല്ലങ്കോട് മുതൽ 1 കിലോമീറ്റർ ദൂരം തീരം കടൽ കയറി വള്ളം ഇറക്കാൻ കഴിയാത്ത സ്ഥിതിയാണുള്ളത്. ഇതൊഴിവാക്കി മത്സ്യത്തൊഴിലാളികൾക്ക് സുരക്ഷ ഒഴുക്കുന്നതിന്റെ ഭാഗമായാണ് പുലിമുട്ട് നിർമ്മിക്കുക. 2 ദിവസത്തിനകം തുക അനുവദിച്ചത് സംബന്ധിച്ച് സർക്കാർ ഉത്തരവിറക്കിയാൽ ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് ടെൻഡർ നടപടികളിലേക്ക് പോകും. വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമായതിനു പിന്നാലെയാണ് മറ്റൊരു തുറമുഖം കൂടി നിർമ്മാണം ആരംഭിക്കുന്നത്. 343 കോടി രൂപയാണ് പദ്ധതിയുടെ പ്രതീക്ഷിക്കുന്ന അടങ്കൽ തുക. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ സമീപ പ്രദേശത്താണ് പുതിയ ഫിഷറീസ് തുറമുഖം നിർമ്മിക്കുക എന്നതും ഒരു പ്രത്യേകതയാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പദ്ധതി വീതം ഉപയോഗിച്ചാണ് പൊഴിയൂരിലെ മത്സ്യബന്ധന തുറമുഖം നിർമ്മിക്കുക. നേരത്തെ 200 കോടി രൂപയാണ് കേന്ദ്രം ഈ തുറമുഖത്തിനായി പ്രഖ്യാപിച്ചത്. പൂവാർ മുതൽ കൊല്ലങ്കോട് വരെ നീളുന്ന 25,000-ഓളം മത്സ്യത്തൊഴിലാളികളുള്ള തീരദേശ മേഖലയിൽ ഏത് കാലാവസ്ഥയിലും വള്ളം ഇറക്കാൻ കഴിയുന്ന മത്സ്യബന്ധന തുറമുഖം എന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമാണുള്ളത്. തുറമുഖ നിർമ്മാണത്തിന് തിരഞ്ഞെടുത്തിരിക്കുന്ന പരുത്തിയൂർ, പൊഴിക്കര പ്രദേശങ്ങളിൽ പുറംപോക്ക് ഭൂമി നിലവിൽ ഉള്ളതിനാൽ സ്ഥലം ഏറ്റെടുക്കൽ ആവശ്യമില്ലെന്നത് മറ്റൊരു പ്രത്യേകത കൂടിയാണ്. ഇത് തുടർ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുകയും ചെയ്യും. ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പാണ് തുടർ പ്രവർത്തനങ്ങൾ നടത്തുക. ഉത്തരവ് ലഭിച്ചാൽ ഉടൻ തന്നെ പുലിമുട്ട് നിർമ്മിക്കുന്നതിനുള്ള ടെൻഡറിലേക്ക് കടക്കും. അതിനോടൊപ്പം തന്നെ ഹാർബർ നിർമ്മാണത്തിലുള്ള പ്രവർത്തനങ്ങളും ആരംഭിക്കുമെന്ന് നെയ്യാറ്റിങ്കര MLA കെ ആൻസലൻ കലാകൗമുദിയോട് പറഞ്ഞു. 2 മാസത്തിനകം ടെൻഡർ നടപടികൾ ഉൾപ്പെടെ പൂർത്തിയാക്കി നിർമ്മാണം ആരംഭിക്കാനാണ് ലക്ഷ്യമിടുന്നത്. മത്സ്യബന്ധന ഹാർബർ പ്രഖ്യാപനം എന്നതിനപ്പുറം ഒരു യാഥാർത്ഥ്യത്തിലേക്കാണ് കടക്കുന്നതെന്നും MLA വ്യക്തമാക്കി. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പ്രദേശം അതീവ സുരക്ഷാ മേഖലയിലായതിനാൽ അവിടെ പഴയതുപോലെ മത്സ്യബന്ധനം സാധ്യമാകില്ല. ഈ സാഹചര്യത്തിൽ പൊഴിയൂരിന് പ്രാധാന്യമേറെയാണെന്നും ആൻസലൻ പറയുന്നു. മാത്രമല്ല, പൂവാർ, പൊഴിയൂർ പ്രദേശങ്ങൾ ഒരു വ്യവസായ മേഖലയായി മാറുകയും ചെയ്യും. നേരത്തെ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുന്നതോടെ പൂവാറിൽ ഒരു കപ്പൽ നിർമ്മാണശാല വരുമെന്ന തരത്തിൽ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ പദ്ധതി നിർമ്മാണം ഏറ്റെടുത്ത അദാനി പൂവാറിൽ അത്തരമൊരു നിർമ്മാണശാലയ്ക്ക് താല്പര്യം കാണിച്ചില്ല. കൂടുതൽ ഭൂമി ഏറ്റെടുക്കേണ്ടി വരുമെന്നതിനാലാണ് ആ പദ്ധതിയുമായി മുന്നോട്ട് പോകാത്തത്. എന്നാൽ വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാവുകയും കൂടുതൽ നിക്ഷേപങ്ങൾ എത്തിത്തുടങ്ങുകയും ചെയ്തതോടെ ഒരുപക്ഷെ കപ്പൽ നിർമ്മാണശാല വന്നേക്കാമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. ഈ സാഹചര്യങ്ങളൊക്കെ പൊഴിയൂരിന്റെ പ്രാധാന്യത്തെ വർദ്ധിപ്പിക്കുന്നുണ്ട്. പൊഴിയൂരിൽ പുലിമുട്ടിനൊപ്പം ശക്തമായ തിരമാലയെ പ്രതിരോധിക്കാൻ കടൽ ഭിത്തിയും നിർമ്മിക്കും.
ഇതിനായി ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് ഇറിഗേഷൻ വകുപ്പുമായി ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. അടുത്ത കിഫ്ബി യോഗത്തിൽ ഇതിന്റെ ഫണ്ട് സംബന്ധിച്ച് തീരുമാനമുണ്ടാകുമെന്നാണ് ബന്ധപ്പെട്ട അധികൃതർ പറയുന്നത്.